കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു മാസത്തിനടുത്തായി ഇത്തരത്തിൽ കേരളത്തിലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധി തന്നെ ഒരു ദളിത് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ആ പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനിടയായ സാഹചര്യമുണ്ടായി. തുടർന്ന് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. മുൻ പാലക്കാട് MLA-യും നിലവിലെ വടകര MP ആയിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലിനെ വീഡിയോ കോൾ ചെയ്ത് അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതെൻ്റെ ബോസാണെന്ന് പറയുന്നു. പീഡിപ്പിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിനെ വീഡിയോ കോൾ ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു. അതിനുശേഷം അവരുടെ ഒരു ഓഡിയോ പുറത്തു വരുന്നു. ഇത്രയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടും കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒളിച്ചുകളി വളരെ വ്യക്തമാണ്. നേരിട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി നൽകിയിട്ടും ആ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിക്ക് ഇതുവരെയായി ഏതാണ്ട് 20 ദിവസത്തിലധികമായി. FIR രജിസ്റ്റർ ചെയ്ത് 20 ദിവസത്തിൽ കൂടുതലാവുന്നു. ഇത്ര നാൾ ഇതുവരെയായിട്ടും ആ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ വീഴ്ചയാണ്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഈ പ്രതിക്ക്, പ്രക്ഷോഭ് എന്ന് പറയുന്ന ജനപ്രതിനിധിക്ക് വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ദളിത് പെൺകുട്ടി കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് മുഴുവൻ മലയാളികൾക്കും അപമാനകരമായ ഒരു സംഭവമാണ്. തീർച്ചയായും ഇതെന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറഞ്ഞു. ഇവിടെ പാർട്ടി യഥാർത്ഥത്തിൽ സ്ത്രീകളോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ പോലീസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി പോലീസുകാരോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്? പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് കോൺഗ്രസിലെ നേതാക്കന്മാരും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നടത്തുന്ന ഒരു ഒളിച്ചുകളി പരസ്യമായിരിക്കുകയാണ്. ഏതാണ്ട് ഒരു മാസത്തിനടുത്ത് ഒരു ദളിത് പെൺകുട്ടി കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ട് അവളുടെ നിലവിളിക്കെതിരെ ഇതുവരെയായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും കേരള പോലീസ് തയ്യാറായിട്ടില്ല എന്നത് കേരള പോലീസും കോൺഗ്രസിലെ ഉന്നത നേതൃത്വവും തമ്മിലുള്ള രഹസ്യമായ ബന്ധം ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ്. തീർച്ചയായും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ആളാണ്. കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് പ്രക്ഷോഭ്. പ്രക്ഷോഭിനെ പുറത്താക്കുന്നതിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് സഹിക്കാൻ കഴിയാത്ത ആളെ കുന്നത്തൂർ മേടുകാരോ പാലക്കാട് നഗരത്തിലെ നിവാസികളോ സഹിച്ചോട്ടെ എന്നുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടി പ്രക്ഷോഭിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിജയിച്ച് കയറി വന്നിട്ടുള്ള ജനപ്രതിനിധി സ്ഥാനം തിരിച്ച് രാജിവെപ്പിക്കുവാൻ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതരാവണം. ഇനി പ്രക്ഷോഭ് രാജിവെക്കുന്നവരെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. BJP-യുടെ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും.